ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു അടിപൊളി മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ മന്തി എന്ന് തന്നെ പറയാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ കുറേ മന്തി കഴിച്ചിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്നും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടൊക്കെ പല ടേസ്റ്റുള്ള മന്തി നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മന്തിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യങ്ങളൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. ഇതിന് വളരെ കുറഞ്ഞ ചേരുവകൾ മതി കേട്ടോ. പിന്നെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, കുറേ ടൈമൊന്നും വേണ്ട. അപ്പോൾ ഈ മന്തി എങ്ങനെ ഉണ്ടാക്കിയെന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടും കണ്ട് നോക്കുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട് തോന്നുകയാണെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പം ഞാൻ അതിന് വേണ്ടി ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ടോ. ഈ ചിക്കൻ ഞാൻ സാധാ കറിക്ക് വേണ്ടിയിട്ട് കഷ്ണം ആക്കി കൊടുന്നതാണ്. പിന്നെയാണ് തോന്നിയത് മന്തി ഉണ്ടാക്കിയാലോ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫോർക്ക് വെച്ചങ്ങാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. നമുക്ക് മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്കൊന്ന് ഇറങ്ങി നല്ല ജ്യൂസി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.25 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ. ചെറിയ സ്പൂൺ തന്നെയാണ്, വലിയ സ്പൂണൊന്നുമല്ല. 1.25 സ്പൂണ് കുരുമുളക് പൊടി. പിന്നെ അതിൻ്റെ പിന്നാലെ തന്നെ ചേർത്ത് കൊടുത്തത് അതേ അളവിന് ജീരകം പൊടിച്ചതാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, നന്നായിട്ട് പൊടിഞ്ഞു പോകണ്ട. അത് 1.25 സ്പൂൺ അളവിൽ. പിന്നെ ഇതിൽ ചേർത്ത് കൊടുത്ത ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ. അതാ ഈ കമ്പനീൻ്റെയാണ് കേട്ടോ. ഇത് 2 എണ്ണം സാധാ കൈ വെച്ചിട്ട് ഒന്നങ്ങോട്ട് പൊടിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കുകയാണ്. നമ്മൾ നാട്ടിലത്തെ അല്ല, അത് പുറത്തുനിന്ന് കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ അതായത് കൈ വെച്ചങ്ങാണ്ട് പൊടിച്ചിട്ട് അതും ഇതിലൊന്ന് ഇട്ട് കൊടുക്കുക. നോക്കിയിട്ട് കുറവാണ് തോന്നിച്ചാൽ ഒന്നും കൂടി ചേർത്തി കൊടുക്കുക. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് ഫുഡ് കളറാണ് കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്, നമ്മളൊരു ചന്തത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഫുഡ് കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് സവാള. ഒരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്താൽ കേട്ടോ. എത്ര ചെറുതാക്കാൻ പറ്റുക വെച്ചാൽ അത്ര ചെറുതാക്കി കൊടുക്കുക. കാരണം ഇതൊക്കെ ഇതിൽ കുക്കായി വരുമ്പോൾ ഇതിൽ അലിഞ്ഞു പോകാനുള്ള കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിനയില. അപ്പം ഉണ്ടാവും ഇതിൽ മന്തിയിൽ ഇതൊക്കെ ചേർക്കുമോ എന്ന് ചോദിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്പെഷ്യൽ മന്തിയാണെന്ന്. നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടോ ചേർത്ത് കൊടുത്തത്. ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിലിൻ്റെ ഫുള്ള് ഞാൻ അതിലൊഴിച്ച് കൊടുത്തു കേട്ടോ. കാരണം നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല, ഇതിലാണ് ഇത് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഈ ചിക്കൻ സ്റ്റോക്കിൽ നിറയെ ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർക്കണില്ല. ഇനി നമുക്കത് കൈ വെച്ചങ്ങാണ്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും കൂടി ഒന്ന് മസാല ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് കൈ വെച്ചങ്ങാണ്ട് തിരുമ്മി കൊടുക്കാം. അപ്പം നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ഹോളൊക്കെ ഇട്ടതല്ലേ, അതിനുള്ളിലേക്കൊന്ന് നന്നായിട്ട് ഈ മസാല ഇറങ്ങി കിട്ടിക്കോളും. ഇനി നമുക്കിതൊന്ന് ഒരടപ്പും കൊണ്ട് മൂടി വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കാൻ പോണത്. നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ, നമ്മൾ ടൈമിനനുസരിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് തണുക്കുമ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളിത് കുക്ക് ചെയ്ത് വരുമ്പോൾ. അപ്പോഴേക്കും നമുക്ക് റൈസ് നോക്കാം. ഞാനിതിൽ നമ്മൾ സാധാ ബസ്മതി റൈസൊക്കെയാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പം അപ്പം ഉണ്ടായിരുന്നത് സാധാ ജീരകശാല ബിരിയാണിയുടെ റൈസായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് എന്തായാലും അതിൻ്റെ ഫ്ലേവറും മന്തിയുടെ ടേസ്റ്റും ഒക്കെ കിട്ടിയാൽ മതിയല്ലോ, അരി ഏതായാലും. അപ്പം ഞാൻ ഈ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്തി വെക്കാം. കാരണം നമ്മളിത് അതിൽ വെള്ളത്തിലേക്ക് ഇട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഇതിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. കുക്ക് ചെയ്യാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അതിലേക്ക് ചേർത്ത് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ലേശം കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, അതൊക്കെ ഒരു കുറേശ്ശെ ഇട്ട് കൊടുത്തു കേട്ടോ, അധികമൊന്നും വേണ്ട. പിന്നെ ലേശം ഓയിൽ ഒഴിച്ച് കൊടുത്തു. നമ്മൾ ഈ റൈസ് ഇടുമ്പോൾ ഈ അരി കട്ട പിടിക്കാതിരിക്കാനും ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ
ഓയിൽ ഒഴിച്ച് കൊടുത്തത് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ നമ്മൾ അരി കഴുകി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ വെക്കൂലേ, ആ ഒരു 1/4 ഭാഗം വേവ് ആയാൽ മതി. നമ്മൾ ദമ്മിടുന്നതാണ്. അപ്പോൾ ആ ദമ്മിൽ കടന്നിട്ട് ബാക്കി 1/4 ഭാഗം കൂടി അവിടെ കടന്നിട്ട് നമുക്ക് ഈ റൈസ് വേറൊരു സ്റ്റൗവിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മളെ ചിക്കന് ഇപ്പോൾ ഏകദേശം 1/4 മണിക്കൂറായിട്ടുണ്ട്. നമുക്കതൊന്ന് എടുത്ത് നോക്കാം. നന്നായിട്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് പെട്ടെന്ന് ആവി കയറി ചൂടാകാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് നല്ല ഫുള്ള് ഫ്ലെയിമിലിട്ട് കൊടുക്കുക. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞാൽ കുറഞ്ഞ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ചിക്കൻ കുക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആകെ ടൈം എടുത്തത് 25 മിനിറ്റാണ് കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഇത് സാധാരണ നമ്മൾ ചിക്കൻ മറിച്ചിട്ട് വേവിക്കൂലേ, അതുമാതിരി മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ടപ്പോൾ അടിയൊക്കെ നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ചും അതുപോലെ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കണമെന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ പൊടിച്ച് വെച്ചതുള്ളതുകൊണ്ട് ഞാൻ അതന്നെ ഇട്ട് പിന്നിട്ട് കൊടുത്ത് ഇതിൽ കാണിക്കാൻ വിട്ടുപോവുകയും ചെയ്തു. ആ പൊടിക്കാത്ത കുരുമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ റൈസ് വെച്ചപ്പോൾ അതിൽ ഉണക്കനാരങ്ങ ചേർക്കണം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും ചേർത്തിട്ടില്ല. അതൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവറും ടേസ്റ്റും വേറെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് ഉണ്ടാക്കിയതല്ല, ജസ്റ്റ് ഒരു വീഡിയോ കണ്ടതാണ് യൂട്യൂബിൽ. അപ്പോൾ 17 മില്യൺ വ്യൂസൊക്കെ അതിന് കണ്ടു, നല്ല കമൻസും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ള സാധനം വെച്ചിട്ട് കുറഞ്ഞ് സാധനങ്ങൾ മതി പറഞ്ഞപ്പോൾ അതുള്ളത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മളെ റൈസ് നേരത്തെ വേവായപ്പോൾ ഞാനത് ഒരു പാത്രത്തേക്ക് വെച്ചിട്ട് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ റൈസ് അങ്ങനെ കോരിയിട്ട് കൊടുക്കാം. വേറൊന്നും ഇതിൻ്റെ മുകളിൽ ഇടാനൊന്നുമില്ല. പിന്നെ റൈസ് മാത്രം അങ്ങനെ ഇട്ടങ്ങനെ പരത്തി കൊടുക്കുക. ഇത് നമ്മൾ വാർത്ത് ആ ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് വേഗം അതിൽ അടിയിലുള്ള ആവി ഇങ്ങോട്ട് കയറിയിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. പിന്നെ നമ്മളിതിൽ ചേർത്തത് കുറച്ച് ഫുഡ് കളറാട്ടോ. ഫുഡ് കളറിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചാക്കിയിട്ട് ഇട്ട് കൊടുത്തത്. അധികമൊന്നുമില്ല, ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല വല്ലാണ്ട കളറൊന്നും. അപ്പോൾ ഞാൻ കുറച്ചാക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ലേശം കനലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങോട്ട് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനൊരു പാന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പഴയ ഫ്രൈ പാന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ച് കൊടുത്തു. ആ ഒരു ടൈമിൽ ഇതിൻ്റെ എല്ലാ ഫ്ലേവർ അടിയിൽ നിന്നുള്ള മേലെ നമ്മളെ ചാർക്കോളല്ല, നമ്മൾ കണലിട്ട് പുകച്ച ആ ഒരു സ്മെല്ല് താഴത്തേക്കും അങ്ങനെയൊക്കെ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ ഫിനിഷിങ് മന്തി ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വേഗമാണ് കേട്ടോ, വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് മന്തി റൈസിലോ അല്ലെങ്കിൽ ബസ്മതി റൈസിലോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഞാനിങ്ങനെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകണം ഈ ഒരു മന്തി. വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ സ്പൈസി വേണമെങ്കിൽ നമുക്ക് ചിക്കന് കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചില്ലേ ആ സമയത്ത് പച്ചമുളക് കീറിയിടാതെ പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനതൊക്കെ സ്കിപ്പ് ചെയ്താണ്, കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ
എരിവ് കൂടണ്ട വെച്ചിട്ട് ഞാനതൊക്കെ ഒഴിവാക്കിയതാണ്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. കാരണം പച്ചമുളക് കീറിയിടാതെ ഇടുമ്പോൾ അതങ്ങോട്ട് വാടിയിട്ട് അതിൽ നിന്നൊരു വെള്ളം അങ്ങോട്ട് ഇറങ്ങാണ്ട് അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനതൊക്കെ ഒഴിവാക്കിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് കൊടുക്കുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.